ഹലോ അസ്സലാമലൈക്കും. നിങ്ങളൊക്കെ പ്രസവരക്ഷയ്ക്ക് വേണ്ടിങ്ങാണ്ട് സ്ഥലം നോക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു പ്രസവരക്ഷ സ്ഥലം ഞാൻ കാണിച്ചു തരാം. മോം ഹൈവ്. ഇത് മഞ്ഞപ്പെട്ടിയാണ്. ഇവിടെ അഞ്ചൻ്റെ മോള് പ്രസവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനവിടെ നിന്നു. ശനിയാഴ്ചയാണ് പോയത്. ഞായറാഴ്ച വൈകുന്നേരമാണ് വന്നത്. ഇതാണ് റൂമൊക്കെ നല്ല ക്ലിയറാണ്. നല്ല ക്ലീനും വൃത്തിയും സൗകര്യവും ഒക്കെ ഉണ്ട്. രണ്ടാൾക്ക് വേണ്ടി വേറെ റൂം, 2 റൂമുള്ള ഇത് വേറെ ഉണ്ട്. ഞങ്ങളൊരു റൂമുള്ളതാണ് എടുത്തത്. അങ്ങനെ കുട്ടിയൊക്കെ ഉറങ്ങുകയാണ്. നല്ല ഉറക്കമാണ്. ഇത് ആവി പിടിക്കുന്ന ഇതാണ്. ഇത് മരുന്നുകളൊക്കെ വെച്ച സ്ഥലമാണ്. ഇതാണ് കുഴമ്പ് തേക്കുന്ന കട്ടിലും സ്ഥലവും. 3 ആൾക്ക് ഒരുമിച്ച് തേക്കാം. ഇതാണ് റൂമിലേക്ക് പോണ. ഇത് മുകളിലാണ് ഞങ്ങൾ. ഇത് ഞാൻ ചെന്ന അന്ന് 4 മണിക്ക് അന്ന് ഞാൻ ചെന്നത് 4 മണിക്കാണത്. ഇത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് താഴെയാണ്. മുകളിലാണ് ഞങ്ങളെ റൂം. ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് ആടാൻ. കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ്. ഇത് വന്ന് കയറുന്ന ആ സ്ഥലമാണ്. അവിടെ കുറേ മരുന്നുകളൊക്കെ ഉണ്ട്. ഇതാണ് വന്ന് കയറുന്ന സ്ഥലം. അവിടെ ഒരു TV, ഒരു ഫാന് ഒക്കെ ഉണ്ട്. അങ്ങനെ റൂമിൽ കയറി. ഇവിടെ വാതിലിൻ്റെ അവിടെ ഫുഡ് കൊടുന്ന് വെച്ചതാണ്. ഇങ്ങനെയാണ് അവർ ഫുഡ് കൊടുന്ന് വെക്കുന്നത്. അത് നമ്മളെടുത്ത് ഉള്ളിൽ വെക്കും. ഫുഡ് കാണിച്ചു തരാം. നമുക്ക് ഫുഡ് തുറന്ന് നോക്കാം. ചപ്പാത്തിയാണ്. ശനിയാഴ്ച രാത്രി ചപ്പാത്തി, പാല്, ഓറഞ്ച്, മീൻ കറിയാണ്. മാന്തള മീനിൻ്റെ കറിയാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ വീട്ടിലെ ഫുഡ് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മീനൊക്കെ ഉണ്ട്. അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കറിയുണ്ട്. നല്ല 2 ആൾക്ക് കഴിക്കാൻ കൂടുതലുണ്ട് ചപ്പാത്തി. ഇത് 2 ആൾക്കുള്ള ഫുഡാണ്. പ്രസവിച്ച് കിടക്കുന്നവർക്കും ഉണ്ട്. കൂടെ ഒരു കുട്ടിക്കും പിന്നെ കൂടെ നിൽക്കണ ഒരാൾക്കും. അങ്ങനെ 3 ആൾക്കാണ് ഫുഡ്. അങ്ങനെ ഫുഡ് കഴിച്ചു. കുട്ടി ഉണർന്നിക്കണ്. കുട്ടി ഉണർന്ന് നല്ല കളിയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ വെള്ളം എടുക്കാൻ പോയി. അവിടെ മേലെ ഉണ്ട് വെള്ളം, അതേപോലെ താഴെയുണ്ട് വെള്ളം എടുക്കാനുള്ള സൗകര്യമൊക്കെ. അങ്ങനെ വെള്ളം എടുത്ത് റൂമിലേക്ക് പോയി. ഇത് രാവിലെയാണ്. രാവിലെ ബദാമും മുട്ടയും പഴം പുഴുങ്ങിയതും പിന്നെ ഹോർലിക്സും. അത് പ്രസവിച്ചെടുക്കുന്നവർക്കാണ്. അത് നേരത്തെ കൊടുന്ന് കൊടുക്കും. അവൾ കുളിച്ച് വന്നു. രാവിലെ അപ്പവും ചട്ടിനിയും. നെല്ലുത്തേരിൻ്റെ അപ്പാണ്. പാൽച്ചായയൊക്കെ 2-3 ആൾക്ക് കുടിക്കാനുള്ള ചായ ഉണ്ട്. അവനെ കുളിക്കാൻ കൊണ്ടുപോയി കുളിച്ച് കൊടുന്നു. അപ്പോഴത്തേന് അവൾക്ക് ജ്യൂസ് എത്തി. അവളെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ജ്യൂസ്. അങ്ങനെ അവൻ്റെ കുളിയും കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉലുവാക്കഞ്ഞിയാണ്. ഇതാണ് വെള്ളം എടുക്കുന്നത്. ഇത് അവിടുത്തെ ഫുഡിൻ്റെ മെനു ആണ്. ഓരോ ദിവസത്തെ ഫുഡ്, ആഴ്ചയിൽ ഓരോ ദിവസത്തെ. എനിക്കവിടെ ചെന്ന് കയറുന്നിടത്ത് തന്നെ ഉണ്ട്. ഞാനൊരു ദിവസം നിന്നിട്ട് എനിക്ക് നല്ല അനുഭവമാണ്. നല്ല ഫുഡാണ്. നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നല്ല ചികിത്സയൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് അന്വേഷിച്ച് നോക്കുക. പിന്നെ ഉച്ചക്ക് ഞായറാഴ്ച ഉച്ചക്ക് ചിക്കൻ ബിരിയാണി തൈരും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഞാൻ ബിരിയാണി വെക്കണ താത്താനോട് പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെ ബിരിയാണി. ഇത് 3 ആൾക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ്. പക്ഷേ 3 ആൾക്കൊന്നും കഴിക്കാനല്ല, 4-5 ആൾക്കൊക്കെ കഴിക്കാം. ഞങ്ങൾ കഴിച്ചിട്ട് പകുതി ബാക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. പക്ഷെ നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. അവന് ഉറക്കമാണ്. പിന്നെ അത് കഴിഞ്ഞ് ചെറുപയർ, ചൊളാണ്ടി, പിന്നെ ചായ. ഇത് 4 മണിക്ക്. അത് പ്രസവിച്ചെടുക്കണവർക്കാണ്. പിന്നെ ഇതവിടെ ഒരു സിസ്റ്റർ വരച്ചും കൊണ്ടിരിക്കണതാണ്. ഇത് കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ തോന്നി. അങ്ങനെ ഇവരെന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. ഇനി ഓരോ കൂടെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോന്നു. ഒരു ദിവസം അവിടെ നിന്ന്. ഇത് മൂത്ത മോളാണ്. അവിടെ ഊഞ്ഞാലാടാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ കുട്ടിനെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അവർക്കിന്നൊരു പരിപാടി ഉണ്ട്. കഴിഞ്ഞ് തിരിച്ചു പോവും.